തീർച്ചയായും സുജയ്, ഇപ്പോൾ പാലിയം കൊട്ടാരത്തിൻ്റെ തെക്ക് ഭാഗത്തൊരുക്കിയിരിക്കുന്ന ചിതയിലേക്ക്, പാലിയം കൊട്ടാരം വളപ്പിൻ്റെ തെക്ക് ഭാഗത്തൊരുക്കിയിരിക്കുന്ന ചിതയിലേക്ക് മലയാളത്തിൻ്റെ ഭാവഗായകൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നായി പൂജാകർമ്മങ്ങൾക്കുമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ചിതയ്ക്ക് സമീപത്ത് ജയന്തൻ്റെ മൃതദേഹം വെച്ചിടുന്നതിനപ്പുറത്ത് പൂജയ്ക്കായുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നു. എള്ളും തിരിയും ഉൾപ്പെടെ അതുപോലെ തന്നെ പൂജാകർമ്മങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കി. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, അടുത്ത ബന്ധുക്കളുണ്ട്. അങ്ങനെ വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം ഇതിനകത്തേക്ക് കയറ്റി, അതായത് ഈ ചിതയൊരുക്കുന്ന ചിതയ്ക്ക് സമീപത്തേക്ക് കയറ്റി ഇപ്പോൾ കാര്യങ്ങൾ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരുക്കങ്ങൾക്ക് മകൻ ഇപ്പോൾ പൂജാ കർമ്മങ്ങളിലേക്ക്, അതായത് അവസാന കർമ്മം, സ്വന്തം പിതാവിന് അവസാന കർമ്മം ഒരുക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അദ്ദേഹം കയ്യിൽ പൂജയ്ക്ക് മുന്നോടിയായി, അതായത് ചിതാഭസ്മം ചിതയൊരുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കർമ്മങ്ങൾക്ക് മുൻപ് കറുക പുല്ല് കയ്യിൽ ചാർത്തിയ ശേഷമാണ് പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ, ഒരുക്കങ്ങൾ, അതിൻ്റെ പ്രാർത്ഥനകൾ ആരംഭിച്ചിരിക്കുന്നു. അതീവ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന. അദ്ദേഹത്തിൻ്റെ മകൾ, അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളെല്ലാം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മിനിഞ്ഞാന്ന് വൈകിട്ട് 7:54 കൂടിയാണ് ജയന്തന്റെ മരണം സംഭവിക്കുന്നത്. തൃശ്ശൂരിലെ തീർച്ചയായും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ചെലവഴിച്ച അതേ തറവാട്ടിലേക്ക് എത്തുകയാണ്. വിയോഗവേളയിൽ അവസാന യാത്ര അവിടെ നിന്നാണ്. അമ്മ സുഭദ്ര കുഞ്ഞമ്മയും സഹോദരി സരോജിനി കുഞ്ഞമ്മയോടുമൊപ്പം ചേന്നമംഗലത്തെ പാലിയം കാട്ടില മഠത്തിലായിരുന്നു പി ജയചന്ദ്രൻ്റെ താമസം. 4ാം ക്ലാസ് വരെ പാലിയത്തെ നാലുകെട്ട് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാലിയം കുടുംബത്തിൻ്റെ ആ ഒരു ഡയറക്ടറിയിൽ എഴുതി ചേർത്ത പേരാണ് ബി ജയചന്ദ്രൻ്റേതും. ക്രീഡിദാസം പി രവിയച്ചൻ്റെ പേരും ഇതിൽ ഉൾപ്പെടുന്നു. ആ പാലിയം തറവാട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ് അദ്ദേഹം അന്ത്യവിശ്രമത്തിനായി. ഭഗവതിയുടെ ഉത്സവം നടക്കുമ്പോഴൊക്കെ ഒത്തുകൂടാറുണ്ടായിരുന്ന കുടുംബാംഗങ്ങളിൽ പലരും ഇപ്പോൾ പി ജയചന്ദ്രന് ഇപ്പോൾ അവസാന യാത്രാമൊഴിയേകാനായി അവിടെ എത്തിയിട്ടുണ്ട്. കുടുംബ സംഗമമൊക്കെ പാലിയത്ത് നടക്കുമ്പോൾ അവിടെയും എത്താറുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 വർഷം മുൻപുള്ള സംഗമത്തിലും പി ജയചന്ദ്രൻ പങ്കെടുത്തതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് വിട നൽകുകയാണ് തറവാട്. അല്ലേ അലി അക്ബർ ഷാ? തീർച്ചയായും സുജിയായി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അദ്ദേഹം ചിലവഴിച്ച, ഓടിക്കളിച്ച ആ തറവാട്ട് മുറ്റത്തേക്ക് വീണ്ടും ചേതനയേറ്റ ശരീരമായാണ് അദ്ദേഹം ഇപ്പോൾ എത്തുന്നത്. അത് ഏറ്റവും അവസാന ചടങ്ങുകൾ നടക്കുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന് തൊട്ടു മുന്നോടിയായി നടക്കുന്ന മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനും മറ്റ് കുടുംബാംഗങ്ങളും എല്ലാവരുമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ചിതയിലേക്ക് എടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള മറ്റ് ചടങ്ങുകളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുജയ് പറഞ്ഞതുപോലെ കുടുംബ സംഘങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കും പാലിയം തറവാട്ടിൽ ഒത്തുകൂടിയ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ പി ജയചന്ദ്രന്റെ അവസാന ശുശ്രൂഷകൾക്കായി, ചടങ്ങുകൾക്കായി ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിന് പുറത്തായി തറവാട്ട് വീടിന്റെ മുറ്റത്തായി വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. അതിൽ കുടുംബാംഗങ്ങളുണ്ട്. ജയചന്ദ്രന്റെ നേരിട്ടറിയാത്ത, അദ്ദേഹത്തിന്റെ ശബ്ദത്തെ സ്നേഹിച്ച് അദ്ദേഹം ഒരു കുടുംബാംഗം പോലെ കണ്ടിരുന്ന നിരവധിയായ മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം ഈ തറവാട്ട് മുറ്റത്ത് തന്റെ അന്ത്യവിശ്രമം പാലിയത്തായിരിക്കണം, തന്റെ തറവാട്ട് വളപ്പിലായിരിക്കണം എന്ന് പി ജയചന്ദ്രൻ നേരത്തെ തന്നെ ബന്ധുക്കളോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ നമ്മളോട് പറയുന്നത്. പാലിയത്താകണം തന്റെ വിശ്രമം, താൻ ജനിച്ചു വളർന്ന, തന്റെ പിച്ചവെച്ച് നടന്ന, തന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ ആ മണ്ണോട് ചേരണമെന്ന് അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നു അല്ലേ? തീർച്ചയായും സുജയ, കുടുംബാംഗങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് തന്റെ ചെറുപ്പകാലം ചിലവഴിച്ച, തന്റെ ബാല്യകാലം താൻ ചിലവഴിച്ച തറവാടിനോട് ചേർന്ന് തന്നെ തന്റെ അന്ത്യവിശ്രമം ഒരുക്കണം എന്നത് പി ജയചന്ദ്രന്റെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സഫലമാവുകയാണ്. ഒരു വലിയ യുഗം അവസാനിക്കുകയാണ്. മലയാള ഗാനശാഖയുടെ യുഗം അവസാനിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാന നടപടികളിലേക്ക് കടക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ചടങ്ങുകളിലേക്ക് കടക്കുന്നു. അല്പസമയത്തിനു ശേഷം ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടുകൂടി അതൊരു യുഗാന്ത്യമാകും. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ തറവാട് മുറ്റത്ത്
തറവാടിനോട് ചേർന്ന് തന്റെ ചെറുപ്പകാലം ചിലവഴിച്ച മുറ്റത്തിനോട് ചേർന്ന് തന്നെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളും. അദ്ദേഹം യാത്രയാകുമ്പോഴും അദ്ദേഹം പാടിവെച്ച ഗാനങ്ങളിലൂടെ അദ്ദേഹം നിലനിൽക്കും. ഏകദേശം 6 പതിറ്റാണ്ട് കാലത്തോളമായി പാടിവെച്ച 16,000-ലധികം ഗാനങ്ങൾ അത് ഇനിയും നിലനിൽക്കും. ആ ഗാനങ്ങളിലൂടെ, ആ മധുര ശബ്ദത്തിലൂടെ പി ജയചന്ദ്രൻ എന്ന അതുല്യ കലാകാരൻ ജീവിക്കും. ഓർമ്മകളിൽ അദ്ദേഹം ജീവിക്കും. എന്തായാലും പി ജയചന്ദ്രന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചടങ്ങുകൾ നടക്കുകയാണ്. മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യമുള്ള ചടങ്ങുകളാണെന്നാണ് കുടുംബം അറിയിച്ചത്. മകനും മറ്റ് കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ പാലിയത്ത് തറവാടിനോട് ചേർന്നുള്ള ഈ ചിതയൊരുക്കുന്നിടത്ത് ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തിനെ യാത്രയാക്കാനായി ഏറ്റവും മനോഹരമായ ഒരു കാലം മലയാളിക്ക് സമ്മാനിച്ച ഗായകനാണ്. അദ്ദേഹത്തിന്റെ യാത്രയയപ്പും അതുപോലെ തന്നെ ആകണമെന്നത് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു യാത്രയയപ്പായിരുന്നു ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് തൃശ്ശൂരിൽ നിന്നും സംഗീത നാടക അക്കാദമിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ഘട്ടത്തിൽ അവിടേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായിരുന്ന, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ തൊട്ട് അദ്ദേഹത്തെ ഇന്നോളം നേരിൽ കണ്ടിട്ടില്ലാത്ത, ശബ്ദത്തിലൂടെ മാത്രം പി ജയചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയെ അറിയുന്ന നിരവധി മനുഷ്യർ ഉൾപ്പെടെ ഒരു വലിയ ജനസാഗരം അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. അവിടെ മുതൽ ഇങ്ങോട്ട് ഇന്ന് രാവിലെ പുങ്കുന്നത്തെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പുറത്തേക്ക് ഇറക്കി അദ്ദേഹം പഠിച്ച കലാലയത്തിലേക്ക് പോകുന്നു. അവിടെയും അല്പസമയം ഒരു പൊതുദർശനം, അവിടെയും വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. അവിടെ നിന്നാണ് പിന്നീട് അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്ക്, പറവൂരിലേക്ക്